ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പള്ളിയിലെ നോമ്പ് കഞ്ഞി എങ്ങനെ നമുക്ക് വെച്ച് നടത്തുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലും. നല്ല വൃത്തിയോടുകൂടി കുഞ്ഞമ്മമ്മയുടെ പള്ളിയിൽ കഞ്ഞി വെച്ച് തരുന്നത് കേട്ടോ. ചൂട് പയറൊക്കെ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് ചൂട് വെള്ളത്തിനകത്ത് കഴുകിയാണ് എടുക്കുന്നത്. അതുപോലെ അരിയും നല്ല കഴുകി ആ ഒരു വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് എടുക്കുന്നത്. ഇത് പയറിന് വെള്ളം വെച്ചേക്കുന്നു, എല്ലാ കഞ്ഞിക്കുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നു, പേസ്റ്റ് ഉൾപ്പെടെ അതിനകത്ത് വെച്ചിരിക്കുന്നു. ചേരുമ്പോൾ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി മല്ലിയിലയുടെ കാര്യമേ ഉള്ളൂ പറയാതിരിക്കുന്നത്. കാണിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടു വറുത്തിരിക്കുന്നതേ ഉള്ളൂ. അത് ബാക്കിയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വെള്ളം കിടക്കുന്നതാണ് കഞ്ഞിക്ക് 2 ചെമ്പിലെ കഞ്ഞിക്ക് വെള്ളം ശരിയാക്കി ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കുന്നു. നല്ല സെറ്റപ്പാണ്. ഉലുവ, തക്കാളിപ്പഴം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആശാളി, ജീരക, ഉലുവ, വേറിട്ട് ഇളക്കി കഴിക്കും. കഞ്ഞിയിൽ അരിയിട്ടായിരുന്നു. അരിയിട്ടു. ഇതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഈ കഞ്ഞിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുമോ? ഒഴിക്കുന്നുണ്ട്. അതെന്തൊക്കെയായിരുന്നു ചതച്ചത്? വെളുത്തുള്ളി, പെരുംജീരകം, ചെറുജീരകം, പച്ചമുളക്. ഹലോ ഫ്രണ്ട്സ്, കൊലശേരപതി മുസ്ലിം ജമാഅത്തിൻ്റെ വക കഞ്ഞിയാണ് ഇത്. ആ കഞ്ഞിപ്പുരയിൽ വന്നൊന്ന് പിടിച്ചെടുത്തതാണ്. ഇതിലുള്ള ചേരുവകളോ കാര്യങ്ങളോ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഞാൻ കണ്ടതിൽ പറയാനുള്ളത് ഇവരുടെ കഷ്ടപ്പാടാണ്. ഈ 3 അടുപ്പിൻ്റെ ഇടയിൽ നിന്ന് ഉള്ള തീയത്ത് നിന്നുള്ള ഈ വെപ്പുപറക്കാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം ഈ കഞ്ഞി കുടിച്ചിട്ട് കുറ്റം പറയുമ്പോൾ ഒന്ന് മാത്രം നമ്മൾ ഓർക്കണേ, ഇവരെന്തേരം ഈ തീക്കകത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വയ്ക്കുന്നതെന്ന്. ഞാൻ വന്ന് കണ്ടപ്പോഴല്ല എനിക്കിതെല്ലാം മനസ്സിലായത്. അള്ളാഹു ഇവർക്ക് നല്ല ആയുസ്സാരോഗ്യം നൽകട്ടെ. നമുക്ക് ഈ നോയമ്പ് സമയത്തിൽ ഇവർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് കഞ്ഞി വെച്ച് തരുന്നതിൽ അള്ളാഹു ഇവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. പിന്നെ ഇതിന് കടു താളിച്ചൊഴിക്കുന്നുണ്ടല്ലയോ? ഇനി കടു താളിച്ചൊഴിക്കുന്നതിന് എന്തൊക്കെ നിങ്ങൾ ചേർക്കുന്നുണ്ട്? വത്തലമുളക്, കൊച്ചുള്ളി, കരിയാപ്പിലയും, വത്തലമുളകും, വെളിച്ചെണ്ണയ്ക്കകത്തല്ലയോ? അതെന്താണ്? കഞ്ഞി റെഡിയാണ്. തേങ്ങാപ്പാലും നമ്മുടെ മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ പേസ്റ്റാക്കി അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയാണ്. പിന്നെ മല്ലിയില ഇടാനുണ്ട്, കടു വറക്കാനുണ്ട്. കടുവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി,